ഹലോ ഫ്രണ്ട്സ്, KKC ഫാം വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പം അപ്ഡേഷൻ തരാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പം നല്ലതുപോലെ ഗ്രോത്ത് ഉണ്ട്. പിന്നെ 3-4 കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഒരു തൂക്കം ഉണ്ടായിരുന്നു, കാരണം അപ്പം മഴയൊക്കെ പെയ്തിരുന്നു. അപ്പം ഞാൻ മൃഗാശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. എന്നാലും 3-4 കുഞ്ഞുങ്ങൾക്ക്, ഫാൻസി കോഴിയുടെ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും തൂക്കം വന്നിരിക്കുന്നത്. പ്രശ്നമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഓക്കെയാണ്. ആദ്യം നല്ല തൂക്കം ഉണ്ടായിരുന്നു. ഇപ്പം 2-3 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തപ്പോഴത്തേനും ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തുളസിയില, നവരയില അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കോഴിക്കുഞ്ഞുങ്ങൾക്ക് പനിക്കൂർക്ക അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വാക്സിനെല്ലാം കംപ്ലീറ്റ് ആണ്. പിന്നെ നമ്മുടെ താറാവുകളൊക്കെ ഉഷാറായിട്ട് അതിനകത്ത് നടക്കുന്നുണ്ട്. ഒരാൾ തൊപ്പിത്താറാവും, ഒരാൾ ബ്ലാക്ക് താറാവുമാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവരും നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലക്കാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പുള്ളിക്കോഴി, പിന്നീട് നമ്മുടെ അതിനകത്ത് ബ്രഹ്മയുടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബ്രഹ്മയുടെ പിന്നെ ക്രോസ് ഇറങ്ങിയ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിനായിട്ടുള്ളത്. ഇത് നമ്മുടെ തൊപ്പിത്താറാവാണ്. ആൾ ഉഷാറായിട്ടുണ്ട്. ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. തൂവലുകൾ കിളിച്ചിട്ടില്ല. തൂവൽ കിളിച്ച് വരുമ്പോൾ അറിയാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. കറുത്തത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലോട്ട് വരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് തൂവലുകൾ വന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്ന വിശേഷങ്ങൾ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അപ്ഡേഷൻ ഇങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം ഘട്ടം ഘട്ടമായിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഗ്രോവറാണ്. അല്ല, സ്റ്റാർട്ടറും ഗ്രോവറും കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം 1 മാസത്തിൽ മേളിലായ കുഞ്ഞുങ്ങൾ. പിന്നെ ഇതിൻ്റെ പേരൻസ് എന്ന് പറയുമ്പം യവൻ ആണ് നമ്മുടെ പുള്ളിപ്പൂവൻ, നാടൻ പുള്ളിപ്പൂവൻ്റെ പേരൻസ്. അത് ഈ കാണുന്നത് നമ്മുടെ ഫൈറ്റർ കോഴിയാണ്, അസീലാണ്. അവനിപ്പോൾ ഏകദേശം ഒരു 4-5 വയസ്സുണ്ട്. എൻ്റെ ഈ നേരത്തെ ഉള്ള കോഴിയാണ്. ഇതിന് നല്ല ഭംഗിയാണ്. പണ്ടത്തേനെക്കാട്ടി ഇപ്പോൾ തടി വെച്ചിട്ടുണ്ട്. പ്രായമാകുന്തോറും നല്ല തടിയാണ്. കാലുകൾക്കൊക്കെ നല്ല കനമുണ്ട്. ആളിപ്പം നേരത്തെ ഭയങ്കര അഗ്രസീവായിരുന്നു. പക്ഷേ ഇപ്പം പ്രായമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ അവൻ്റെ ടെറിട്ടറിയിൽ വേറെ ആരെയും അങ്ങനെ കടത്തത്തില്ലായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. പുള്ളി നമ്മുടെ നാടൻ പുള്ളിക്കോഴി പൂവനുമായിട്ടൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇയാളുടെ പെടയിൽ നിന്ന് ഇപ്പോൾ പിടിച്ച് മാറ്റിയിട്ടേക്കായിരുന്നു. അടയായിരുന്നു. കണ്ട നെഞ്ചത്തെയൊക്കെ ചുവപ്പൊക്കെ കണ്ടോ. പ്രായമാകും തോറും ഇത് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ട്. മാംസമൊക്കെ നല്ല രീതിയിൽ ചുമപ്പ് പോലെ ആവും. ഹെഡൊക്കെ നല്ല കാണാൻ തന്നെ നല്ല അഴകാണ്. അങ്കവാലം കൂടെ ഉള്ളപ്പോൾ അവനെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല താഴോട്ട് നല്ല അങ്കവാലുണ്ടായിരുന്നു. ഇപ്പോൾ ടെയിൽ പോയി. അവൻ്റെ പെടയാണ്. 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഡെഡായിപ്പോയി. ഒരു കീരിപ്പുള്ളി ഉണ്ടായിരുന്നു. ഇത് ഒരു ചാര ഉണ്ടായിരുന്നു. അപ്പോൾ ചാര മാത്രമേ ഉള്ളൂ. അപ്പം ഇവക്കും സെയിം ഏജ് തന്നെയാണ്. 4-4.5 വർഷം പ്രായമുണ്ട്. അയാൾ അട ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണ്ണീച്ച് പോകാൻ ഭയങ്കര പാടാണ്. മാസങ്ങളോളം വേണമെങ്കിൽ അട ഇരുന്ന് കളയും. അപ്പം അത് ഞാൻ പിടിച്ച് മാറ്റിയിട്ടേക്കാണ്. ആൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഹൈറ്റുണ്ട്, കഴുത്ത് നീളം, നല്ല ലക്ഷണമൊത്ത ഒരു പെടയാണ്. പാലക്കാട് നിന്നാണ് നമ്മളിതിനെ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 കുട്ടികൾ ഇപ്പം ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാച്ചിലുണ്ട്.
പക്ഷേ ഇപ്പോൾ ഇത് കൂടുതൽ മുട്ട ഇടുന്നില്ല. ഒരു പ്രായമായതുകൊണ്ടായിരിക്കാം അവർ 6-7 മുട്ട കൂടുതൽ ഇടുന്നില്ല. പിന്നെ 2 എണ്ണം ചിലപ്പോൾ തോല് മുട്ടയായിട്ട് മാറും. കാൽസ്യത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ട് കാൽസ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പേരൻ്റ്. പിന്നെ നമ്മുടെ പുള്ളിക്കോഴികളുണ്ട്. പുള്ളിക്കോഴി എന്ന് പറയുമ്പോഴത്തേനൊരു 7-8 പെടയോളം ഉണ്ട്. അതിന് പുള്ളിക്കോഴിയുടെ ഒരു പൂവനെ ഞാൻ കുറേ നാളായി തിരക്കി കിടന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 മാസം പ്രായമായി. അയാൾ അങ്കവാലൊക്കെ കിളിച്ച് വന്നു തുടങ്ങി. ഇവർ വേറെ ബാച്ചാണ്, പെടകളെല്ലാം വേറെ ബാച്ചാണ്. പക്ഷേ പൂവിന് പ്രായം കുറവാണ്. അയാൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. നല്ല ആക്റ്റീവാണ് ആൾ. പഴയ നാടൻ കോഴിയെ വേണമെന്നുള്ള ആഗ്രഹത്തിൽ പോയി ഒരു പൂവനെ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നേ. നല്ല കളർ പാറ്റേൺ നോക്കിയിട്ട്, നല്ല വെള്ള പുള്ളി, ചുമപ്പ്, ബ്ലാക്ക്, 2-3 കളർ ഇതിൻ്റെ ദേഹത്തുണ്ട്. പിന്നെ ഒരു സൈഡിലോട്ട് പൂവിങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ്. അങ്കവാല് കിളിച്ച് വരുന്നതേ ഉള്ളൂ. അത് അത്രയ്ക്ക് പ്രായമായിട്ടുള്ളൂ. ഏകദേശം 1 വയസ്സ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേനും നല്ല രീതിക്ക് അങ്കവാല് വരും. 1 വയസ്സാകുമ്പോഴത്തേനും നല്ല രീതിക്ക് വരും. നാടൻ കോഴികളായതുകൊണ്ട് അവർ മുട്ടയിടുന്ന ടൈം ആകുമ്പോഴത്തേനും നമ്മൾ വല കെട്ടി തിരിച്ചിട്ടുണ്ടൊരു ബൗണ്ടറി. അപ്പം അതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതുവഴി കയറി നമ്മുടെ കൂടുകളിൽ വന്ന് മുട്ടയിട്ടിട്ട് തിരിച്ചിറങ്ങി പോകും. രാത്രി ആകുമ്പോഴത്തേന് അവർ കൂട്ടിൽ തന്നെ നമ്മൾ കമ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കമ്പുകൾ കയറി ഇരുന്നോളും. അപ്പം വേറെ ശല്യങ്ങളൊന്നുമില്ല. ദേഹമൊന്നും വലുതായിട്ട് അഴുക്കാവത്തില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേനും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി.